അരുൺ മോഹൻ, ഇവിടെ വർഗീസ് ജോർജ് സാറ് ഒരു കാര്യം പറയുന്നു, 1:25 എന്ന ഒരു റേഷ്യോയിലേക്ക് പോകണം. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത് നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വിദേശത്തേക്ക് പോകുന്നു, ആരും മടങ്ങി വരുന്നില്ല. കേരളത്തിലെ പല വീടുകളും വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അതൊരു ഭാഗത്ത് നമ്മൾ പരിതപിക്കുമ്പോഴാണ് മറുഭാഗത്ത് പഠിച്ച് ഉറക്കം കളഞ്ഞ് പഠിച്ച് റാങ്ക് പട്ടികയിൽ കയറി ആദ്യത്തെ 1000-ഓ 2000-ഓ റാങ്ക് പട്ടികയിൽ പെട്ടിട്ട് പോലും അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഇത്രത്തോളം അപമാനിതരായി, ഞാൻ ആ വാക്ക് തന്നെയാണ് എനിക്ക്, അപമാനിതരായി മണ്ണുവാരി തിന്നുന്നു, പുല്ല് തിന്നുന്നു. ഈ ചാനൽ ക്യാമറകളിലൂടെ ലോകം മുഴുവൻ അത് കാണുകയാണ്. എത്രത്തോളം ദുരിതത്തിലായതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നതെന്ന് ഓർക്കണം. ആ അവസ്ഥ കാണാൻ നമ്മുടെ ഭരണകൂടം കണ്ണു തുറക്കാത്തത് എന്തുകൊണ്ടാണ്? ഭരണകൂടത്തിന് പറയാൻ ന്യായീകരണങ്ങൾ ഒരുപാടുണ്ട്. PSC കഴിഞ്ഞ തവണ LDF-ൻ്റെതായിരുന്നു, ഇപ്പോൾ കുത്തഴിഞ്ഞു കിടക്കുന്നു, ഞങ്ങൾ വരുന്നു, ഞങ്ങൾ വേക്കൻസിയൊക്കെ പരതി നോക്കുന്നു, തപ്പിയെടുക്കുന്നു, ഇതൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ അവരുടെ ന്യായമായ ആവശ്യങ്ങളൊന്ന് കേൾക്കാൻ എന്തുകൊണ്ട് മന്ത്രിക്ക് ആ സമരപ്പന്തലിൽ പോയിക്കൂടാ? ജന്തർ മന്ദറിൽ പോയ MP-മാർ എന്തുകൊണ്ട് ഈ സമരപ്പന്തലിൽ വരുന്നില്ല? ശ്രീ അരുൺ മോഹൻ. കൃത്യമായിട്ട് രാഷ്ട്രീയം തന്നെയാണ്. ജന്തർ മന്ദറിലേക്ക് ഓടിയെത്തിയാൽ പാർലമെന്റിന് തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് റീൽസ് ഇട്ടാൽ തനിക്ക് MP എന്ന നിലയിൽ ലഭിക്കുന്ന വരുമാനത്തിനും കൂടുതലായി സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും കുറച്ച് കൂടുതൽ വരുമാനം ലഭിക്കാനാവുമോ എന്നുള്ള മത്സരത്തിലാണ് നമ്മുടെ നോമിനേറ്റഡ് MP-മാർ പലരും ഇന്നവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. ഞാൻ അതിനകത്ത് രാഷ്ട്രീയ ആരോപണം പറയാനല്ല ആഗ്രഹിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളായി മാറി, അത് സഖ്യകക്ഷിയാണെങ്കിലും പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാക്കന്മാരാണെങ്കിലും ഒക്കെ ബോർഡായിട്ടും കോർപ്പറേഷനായിട്ടും PSC-യിലെ 21 അംഗങ്ങളിൽ ഒരാളായിട്ടാണെങ്കിലും ദേവസ്വം ബോർഡിലെ നിരവധി മെമ്പർമാരിൽ ഒരാളായിട്ടാണെങ്കിലും ഇവരൊക്കെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരാണ് മാസം. അവർക്കിത് പ്രശ്നമായിരിക്കത്തില്ല, അവരുടെ മക്കൾക്ക് ഈ പ്രശ്നമില്ല. അതുകൊണ്ട് അവരെ ഇത് എന്തുകൊണ്ട് ബാധിക്കുന്നു? എന്തിനു മന്ത്രി ഇത് ചർച്ച ചെയ്യണം? കാര്യം കേരളത്തില് നമ്മളെപ്പോഴും കാണേണ്ട ഒരു അൺടച്ചബിലിറ്റി നിലനിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം. നമ്മൾ അയിത്തം പാവം അല്ലെങ്കിൽ മറ്റൊന്നും പാവമല്ല എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ നവോത്ഥാന നായർ പറഞ്ഞ വാക്യങ്ങളെ കുറിച്ചൊക്കെ കവല പ്രസംഗങ്ങൾ നടത്തുന്നവരാണ്. പക്ഷേ സാമ്പത്തികമായി വളരെയധികം ഉയർന്നവരും രാഷ്ട്രീയക്കാരുടെ പിൻബലം പറ്റി നിൽക്കുന്നവരുമായിട്ട് ഒരു വലിയ വിഭാഗം ആളുകൾ അതിന്റെ എല്ലാം ഗുണഭോക്താക്കളാകുന്ന സമയത്ത് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വഴിയിലൂടെ മുട്ടിലിഴഞ്ഞ് മണ്ണ് തിന്ന് അത് പ്രതിഷേധിക്കേണ്ട സാഹചര്യത്തിലേക്ക് സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങൾ പോയിരിക്കുന്നു കേരളത്തിൽ. ഈ വേദന മനസ്സിലാകണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവനവൻ ഈ അനുഭവം വരാത്രത്തോളം കാലം ഈ വേദന മനസ്സിലാകില്ല. നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഞാൻ രഞ്ജിത്ത് ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഇൻട്രോ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. LPSC റാങ്ക് ലിസ്റ്റിലെ നിയമനം നടക്കുന്നില്ലെന്ന് ആരാണ് പറഞ്ഞത്? നിയമനം നടക്കുന്നുണ്ട്. LPSC റാങ്ക് ലിസ്റ്റിനെ കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ചാൽ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നവരിൽ നിന്ന് നിയമനം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംശയമില്ലാത്ത കാര്യമല്ലേ? കാരണം കേരള PSC-യുടെ കണക്കനുസരിച്ച് ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരിശോധിച്ച സമയത്ത് 2026 ജൂൺ മാസം 6-ാം തീയതി വരെ 52 അഡ്വൈസ് മെമ്മോ ഇതിനുള്ളിലും നൽകി കഴിഞ്ഞു. ഈ സമരം നടക്കുന്ന സമയത്തും നൽകി കഴിഞ്ഞു. പക്ഷേ ഈ അഡ്വൈസ് റിസർവേഷൻ റൊട്ടേഷനും അഡ്വൈസും റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റിയും ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ നമുക്ക് ഇതിനുള്ളിലെ ഉടായ്പ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇവര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൃത്യമായ ഒഴിവുകളല്ല എന്നുള്ളിടത്താണ് PSC-യുടെ ഈ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കിട്ടുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ കണക്ക് നമ്മുടെ അടുത്ത് പൊതുവെ പറയാറുള്ളത്. കാര്യം അവർക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ കാര്യം മാത്രം വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ജനൻ TV-ക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന രീതിയിൽ ജനൻ TV-ക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം കേരളത്തിൽ ഉണ്ടായ സമയത്ത് അധ്യാപക സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു അധ്യാപകം കൂടിയാണ്. അന്ന് ഞാൻ കൃത്യമായി പറയട്ടെ, ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി അനുകൂലമായ NSS-ന്റെ മാനേജ്മെന്റിന് ഈക്വലന്റായ പരിഗണന തങ്ങൾക്കും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തങ്ങളായ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ സർക്കാരിന് മുന്നിൽ ഒരു ലിസ്റ്റ് വെച്ചു. അപ്പൊ സർക്കാരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ കൃത്യമായി ലിസ്റ്റ് തന്നാൽ സർക്കാർ തന്നെ ഈ നിയമനം നടത്താം എന്നുള്ളതാണ്. കാര്യം ഇതിന് പ്രശ്നം എവിടെയാണെന്നറിയോ? ഇപ്പം ഭിന്നശേഷിയിൽ കാഴ്ചശേഷി ഇല്ലാത്ത ഒരാളുടെ പോസ്റ്റിലേക്ക് ഒരു കാഴ്ചശേഷി ഇല്ലാത്ത ആളെ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. കേൾവി ശക്തി ഇല്ലാത്ത ഒരാളെ അവിടെ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ സ്വന്തം നിലയ്ക്ക് മാനേജ്മെന്റുകൾ ഈ അപ്പോയിന്റ്മെന്റ് നടത്താൻ അവരെ കൊണ്ട് സാധ്യമല്ല പലപ്പോഴും. കാര്യം വിരലെണ്ണാവുന്ന ചില ഏതാനും പ്രധാനപ്പെട്ട ചില സമുദായ സംഘടനകളുടെയൊക്കെ മാനേജ്മെന്റുകൾ ഒഴിച്ചാൽ മറ്റു പലർക്കും അത് സാധിക്കില്ല.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ പെൻഡിംഗ് ലിസ്റ്റിൽ കിടക്കുന്നത് പലതും സർക്കാർ ലിസ്റ്റിൽ നിന്നെടുത്ത് പോസ്റ്റ് ചെയ്യാൻ തന്നെയാണെങ്കിൽ ഭിന്നശേഷിയുടെ പ്രശ്നം കൊണ്ട് അവിടെ കിടക്കുന്നു. ഇനി സ്വന്തം നിലയ്ക്ക് എയ്ഡഡ് മാനേജ്മെന്റുകൾ, അത് എയ്ഡഡ് മാനേജ്മെന്റുകളുടെ അപ്പോയിന്റ്മെന്റുകൾ കംപ്ലീറ്റ് സർക്കാർ ഏറ്റെടുക്കണോ അതോ എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് തന്നെ കൊടുക്കണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. അതിനകത്ത് വ്യക്തമായ അഭിപ്രായം എനിക്കുണ്ട്. അത് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണോ തന്നെയാണ് ആ കാര്യത്തിൽ സുതാര്യമായ അഭിപ്രായം. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ പണം കൊടുത്തിട്ടിരിക്കുന്ന ചില ആളുകൾ അവരോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പണം വാങ്ങാൻ ആരോട് പറഞ്ഞിട്ടാണ്? ഈ മേഖലയിൽ നടക്കുന്ന വലിയ കോഴയെ സംബന്ധിച്ച് LPSTയിൽ പോലും, അതായത് ലോവർ പ്രൈമറി. ഞാൻ ദയവായി ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. KG കുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സർക്കാർ കണ്ണു തുറക്കുമോ? PSC ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ റാങ്ക് ഹോൾഡേഴ്സ് തെരുവിൽ മണ്ണു തിന്നേണ്ടവരാണോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? പിന്നെ ഇപ്പൊ ഈ VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇപ്പൊ 2.5 മാസമായി. പക്ഷെ നമ്മൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിലും ഇപ്പൊ പ്രിയദർശിനിയിൽ സൗജന്യം കൊടുക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇതിലും കാര്യക്ഷമത അല്ല. കാര്യം ഈ ബോർഡിലെയും മറ്റേ ചെയർമാനെയും മെമ്പർമാരെയും ഒക്കെ മാറ്റുന്ന കാര്യത്തിലും പുനഃപ്രതിഷ്ഠിക്കുന്ന കാര്യത്തിലും ഇതുവരെ ഇവർക്ക് ഒരു സമവായത്തിൽ എത്താൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നാടനില്ല കളരിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 8 മടങ്ങ് ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ 4 മെമ്പർമാരേ ഉള്ളൂ. ഇവിടെ ഇത്രയും മെമ്പർമാർക്ക് ഭീമമായ ശമ്പളമാണ് കൊടുക്കുന്നത്, ഒരു ആവശ്യവും ഇല്ലാതെ. അതിൽ പല ആൾക്കാർക്കും ഈ മെമ്പർ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരല്ല. ഒരുപാട് ആൾക്കാർ ഈ PSCയിലുണ്ട്. നമുക്ക് എല്ലാ ആൾക്കാരെയും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്ന കാര്യത്തിൽ എത്രയും വേഗം ഇവര് ദുരഭിമാനം വെടിഞ്ഞിട്ട് എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും നന്ദി അങ്ങയുടെ പ്രതികരണത്തിന്. എന്തായാലും 2 മണിക്കൂർ നേരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ് ജനം TV. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നമ്മുടെ ക്യാമറ കണ്ണുകൾ ആ സമരപ്പന്തലിലേക്ക് മിഴി തുറന്നിരിക്കുകയായിരുന്നു. ഇനിയും ഞങ്ങൾ ഒപ്പമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വിലപ്പെട്ട 2 മണിക്കൂർ മറ്റെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഇവരുടെ ദുരിതം ഈ ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചത്.